ഈ കഴിഞ്ഞ ഒരു 10 വർഷം നമ്മൾ പോലീസിലെ, അതായത് പോലീസ് സേനയിലെ തലപ്പത്ത് കുതന്ത്രങ്ങളും കുതികാൽ വെട്ടുകളും ധാരാളം കണ്ടവരാണ്. ഓരോരോ സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള കുതന്ത്രങ്ങളും അതിനുവേണ്ടി അധികാരത്തിൻ്റെ ഉന്നത ശ്രേണികളിൽ ഇരിക്കുന്നവരുടെ മുമ്പിൽ നട്ടെല്ല് വളച്ച് നിൽക്കുന്നവരെയുമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൽ പ്രധാനിയായിട്ട് കഴിഞ്ഞ 10 വർഷമെന്ന് പറയുമ്പോൾ പിണറായി വിജയൻ്റെ അടുക്കൽ നട്ടെല്ല് എത്രത്തോളം വളയ്ക്കാമോ അങ്ങനെ വളച്ചു നിന്നിട്ടുള്ള ഒരാളായിരുന്നു ADGP MR അജിത് കുമാർ. DGP പദവിയിലേക്ക് വരാനുള്ള എല്ലാ നീക്കവും നടത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഒടുവിൽ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞ് അദ്ദേഹം സസ്പെൻഷനിലേക്ക് പോകുന്നത്. എന്തായാലും ഇപ്പോൾ ADGP MR അജിത് കുമാർ ഇരുന്ന സീറ്റിൽ P വിജയൻ IPS ആണ് ഇരിക്കുന്നത്. P വിജയനെ കുറിച്ച് കേരളീയർക്ക് നന്നായിട്ടറിയാം. ഒരുപക്ഷെ പോലീസ് തലപ്പത്ത് വന്നിരിക്കുന്നതിൽ ഇക്കാലം അത്രയും വന്നിട്ടുള്ളവരിൽ വെച്ച് വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് P വിജയൻ. ജീവിത ക്ലേശങ്ങൾ നന്നായി അറിഞ്ഞു വന്ന ആൾ. കല്ല് ചുമന്നും കരിങ്കല്ല് വെട്ടിയും ഒക്കെ ഉപജീവനം നടത്തുകയും അവിടെ നിന്ന് പിന്നീട് ഉപരിപഠനത്തിലേക്ക് പോവുകയും 99 അദ്ദേഹം IAS എടുക്കുന്നത്. അതുകൊണ്ട് വളരെ കുറച്ചു കാലം മാത്രമാണ് അദ്ദേഹത്തിന് സർവീസ് കിട്ടുന്നത്. ADGP ആയിട്ട് തന്നെ ആയിരിക്കും അദ്ദേഹം വിരമിക്കാൻ പോകുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് ക്രമസമാധാന ചുമതലയുള്ള DGPയുടെ ചുമതല കൂടി നൽകിയിട്ടുണ്ട്. ആ ചുമതലയിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹം ഇവിടെ പോലീസിന് നേരെ ഗുണ്ടാവിളയാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന, പോലീസിനെ വെല്ലുവിളിക്കുന്നു, ഭരണതലപ്പത്തിരിക്കുന്നവരെ വെല്ലുവിളിക്കുന്ന ആയങ്കി എന്ന ഗുണ്ടയെ കീഴടക്കിയിരിക്കുന്നത്. P വിജയനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ തൊപ്പിയിലെ ഒരു തൂവൽ കൂടിയാണിത്. മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള തൂവൽ ധാരാളം അണിഞ്ഞിട്ടുള്ള P വിജയനെ ഒതുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ADGP MR അജിത് കുമാറിന് ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്, അതായത് കഴിഞ്ഞ 10 കൊല്ലം പിണറായി വിജയന്റെ മുന്നിൽ നട്ടെല്ല് എത്രത്തോളം വളയ്ക്കാമോ ആ തരത്തിലെല്ലാം വളച്ചിട്ട് അദ്ദേഹം ക്രിമിനലുകളെ രക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനോടൊപ്പം സർക്കാരിനെ വെട്ടിലാക്കുന്ന നിരപരാധികളെ വെട്ടിലാക്കുക. പ്രധാനപ്പെട്ട ചില സാറ്റലൈറ്റ് ചാനലുകളെ, യൂട്യൂബ് ചാനലുകളെ ഒക്കെ തന്നെ വലിയ തൻ്റെ തേർവാഴ്ച നടത്തി കീഴടക്കാനുള്ള ഒരു വലിയ പരിശ്രമം തന്നെ MR അജിത് കുമാർ നടത്തി എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസിലെ പ്രതികളെ കൂട്ടിക്കൊണ്ടുവരുന്ന അവസരത്തിൽ വിജയൻ ആ വാർത്ത മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് വിജയന് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് അദ്ദേഹത്തെ ഏറെക്കാലം സസ്പെൻഷനിൽ നിർത്തിയിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. പോലീസ് സേനയിലെ യാതൊരു പക്ഷത്തും നിൽക്കാതെ നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ള P വിജയനെ പോലുള്ള ഒരു രാജ്യസ്നേഹിയായിട്ടുള്ള ഒരാളുടെ പേരിലാണ് ഈ MR അജിത് കുമാർ എന്ന് പറയുന്ന പിണറായിയുടെ വിഴുപ്പലക്കി നടക്കുന്ന അജിത് കുമാർ ഇത്തരത്തിലുള്ള കേസുമായിട്ട് മുമ്പോട്ട് പോയത്. ഒടുവിൽ സസ്പെൻഷൻ നിർത്തിയത് എന്തിനു വേണ്ടിയാണ്? തന്നെക്കാൾ വലിയ സേനയിൽ വലിയ അംഗീകാരങ്ങളൊക്കെ നേടുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ്. P വിജയൻ എന്ന് പറയുമ്പോൾ ഒരുവിധപ്പെട്ടവർക്കൊക്കെ തന്നെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ശബരിമലയിലെ പുണ്യം പൂങ്കാവനം പദ്ധതിയാണ്. അവിടെ ശബരിമല കാനന ക്ഷേത്രമാണ്. ആ കാനന ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തർ ആരായാലും, ഉദ്യോഗസ്ഥരായാലും, എത്ര വലിയ ഹൈക്കോടതി ജഡ്ജി ആയാൽ പോലും അവിടെ എത്തുമ്പോൾ അവിടെ അല്പസമയം ഒരു ശുചീകരണത്തിൽ ഏർപ്പെടുക. അതായത് കാനന ക്ഷേത്രത്തിൽ എത്രത്തോളം ഭക്തി ഉണ്ടോ ആ ഭക്തി പോലെ തന്നെ ശുചിത്വത്തിലും ഒരു ഭക്തി കാണിക്കണം എന്ന് മനസ്സിലാക്കി കൊടുത്ത അങ്ങനൊരു സേനയെ തന്നെ അവിടെ സൃഷ്ടിച്ച് ഒരു പുതിയ പദ്ധതി ശബരിമലയിൽ കൊണ്ടുവന്നതാണ് P വിജയനാണ്. പുണ്യം പൂങ്കാവനം എല്ലാ സംഘടനകളെയും അതിനകത്ത് ഉൾക്കൊള്ളിക്കും. ഇത് ശബരിമലയിൽ മാത്രമല്ല ഒതുങ്ങുന്നത്, നാട്ടിലുള്ള ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലേക്കും ഇത് കൊണ്ടുവരികയും ചെയ്തു. ഇത് കത്തി പടർന്നു കയറി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ
പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി ആയ മൻ കി ബാത്തിൽ 2017 മൻ കി ബാത്തിലെ ജനുവരിയിലെ മൻ കി ബാത്ത് 39ാം അധ്യായത്തിലെ 39ാം ലക്കത്തിൽ ഈ പി വിജയനെ കുറിച്ചും ശബരിമലയിലെ പുണ്യം പൂങ്കാവനത്തെ കുറിച്ചും പ്രശംസിക്കുകയുണ്ടായി. ഈ നരേന്ദ്രമോദിയിൽ നിന്ന് ഈ പ്രശംസ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉടനെ പി വിജയനെ സംഘിയായിട്ട് ചിത്രീകരിക്കാൻ തുടങ്ങി. ആരെങ്കിലും മോദിയെ അല്പം പുകഴ്ത്തി കഴിയുകയോ മോദിയുടെ പ്രശംസ നേടുകയോ ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിന്റെ ഒരു സ്വഭാവമാണ് ഉടനെ അവനെ സംഘിയാക്കുക. ഏറെക്കാലം ശശി തരൂരിനെ പലരും സംഘിയാക്കാൻ തുടങ്ങിയില്ലേ? അതായത് നരേന്ദ്രമോദിയെ പുകഴ്ത്തി, നരേന്ദ്രമോദി ചെയ്യുന്ന കാര്യങ്ങൾ അത്രത്തോളം രാജ്യത്തിന് വേണ്ടിയാണ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞതിന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള മുദ്രകുത്തൽ നടത്തിയത്. അപ്പൊ ഇവിടെ പി വിജയനും അത് ലഭിച്ചു എന്നുള്ളതാണ്. അതിനെ തുടർന്ന് പിന്നീട് ഇങ്ങനെ MR അജിത് കുമാർ ഇങ്ങനെ വിജയനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിണറായിയുടെ കാല് നക്കി ഒടുവിൽ സസ്പെൻഷൻ വരെ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. പക്ഷേ അതുപോലെ പിന്നീട് വന്നപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 100ാം പതിപ്പ് രാജ്യമെങ്ങും വളരെ വിപുലമായിട്ടാണ് ആഘോഷിച്ചത്. എല്ലാ ഇടങ്ങളിലും പ്രധാനപ്പെട്ട ഓരോ സംസ്ഥാനത്തിലും അത് ഗംഭീരമായിട്ട് ആഘോഷിച്ചു. തിരുവനന്തപുരത്തെ ലോക് ഭവനിലെ ഗവർണർ വളരെ വിശിഷ്ടാതിഥികളെ ഒക്കെ വിളിച്ചിരുത്തിയാണ് ആ 100ാം പതിപ്പ് കേട്ടത്. അതുപോലെ രാജ്യത്തെ പ്രധാനപ്പെട്ട വ്യക്തികളെ ഒക്കെ തന്നെ പ്രധാനമന്ത്രി നേരിട്ട് ഡൽഹിയിലേക്കും വിളിപ്പിക്കുകയും ചെയ്തു ആ മൻ കി ബാത് കേൾക്കാൻ വേണ്ടിയിട്ട്. അക്കൂട്ടത്തിൽ കേരളത്തിൽ നിന്നുണ്ടായിരുന്ന ഒരാളായിരുന്നു പി വിജയൻ. പക്ഷേ വിജയനെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വിട്ടില്ല. അതിന് പിന്നിൽ MR അജിത് കുമാറും പിണറായി വിജയനും അത്യധ്വാനം നടത്തി എന്നുള്ളതാണ്. പല കാരണങ്ങൾ പറഞ്ഞ് വിജയനെ അതിൽ നിന്ന് തടസ്സപ്പെടുത്തി. ഒന്ന് നോക്കണേ, ഒരു 3-4 വർഷം MR അജിത് കുമാർ കേരളത്തിൽ അങ്ങ് അഴിഞ്ഞാടുകയാണ് ചെയ്തത്. അക്കൂട്ടത്തിൽ അതിലൊരു ഇരയായി മാറേണ്ടി വന്നു പി വിജയന്. പക്ഷെ പി വിജയൻ ജീവിതത്തിൽ ക്ലേശങ്ങളും പാറ ചുമന്നിട്ടുള്ളവരായിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഈ ക്രൂരതകളെ പോലും നെഞ്ച് വിരിച്ചുകൊണ്ട് തന്നെ നിന്ന് നേരിടാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. MR അജിത് കുമാറിന്റെ മുമ്പിൽ ചങ്കൂറ്റത്തോടുകൂടി നിന്നിട്ടുള്ളതാണ്. രാജ്യദ്രോഹി എന്ന് പറഞ്ഞപ്പോൾ പോലും പി വിജയൻ തളർന്നില്ല. പി വിജയന്റെ ഒരു കയറ്റമാണ് പിന്നീട് കണ്ടത്. ആ കയറ്റമാണ് ഇപ്പോൾ ഇന്നിവിടെ എത്തി നിൽക്കുന്നത്. അദ്ദേഹം ADGPയുടെ ഈ MR അജിത് കുമാർ ഇരുന്ന കസേരയിലാണ് ഇരിക്കുന്നത്. ഇത് കേരളം മുഴുവൻ കയ്യടിയോടുകൂടിയാണ് എതിരേറ്റിരിക്കുന്നത് പി വിജയനില്. കാരണം ഒരു സൗമ്യനായ ഒരു പോലീസുകാരൻ എന്ന് പറയാം. നമുക്ക് ഈ പോലീസുകാരൻ കേൾക്കുമ്പോൾ അവരെ മുദ്ര കുത്തി വെച്ചിട്ടുണ്ട്. ചില നികൃഷ്ട ജീവികൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ അവരെ അകറ്റി നിർത്തിയിട്ടുള്ളത്. പക്ഷെ പി വിജയനെ പോലും ശ്രീജിത്തിനെ പോലുള്ളവരൊക്കെ വരുമ്പോഴാണ് അവിടെ ജനങ്ങളുമായിട്ടൊരു അടുപ്പം പ്രാപിക്കുകയും താതാത്മ്യം പ്രാപിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അക്കൂട്ടത്തിൽ അഗ്രഗണ്യനായി മാറിയിരിക്കുകയാണ് പി വിജയൻ. ഇനി MR അജിത് കുമാർ പിണറായിയുടെ മുമ്പിൽ തന്നെ നട്ടല് വളച്ചു കുനിഞ്ഞ് കിടക്കട്ടെ. അതായിരിക്കും ഏറ്റവും നല്ലത്. പി വിജയനെ കണ്ടുപഠിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.